ഉപയോഗിച്ചുപേക്ഷിക്കുന്ന വസ്തുക്കൾ പുനരുപയോഗിക്കാവുന്ന ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് സൗദി അറേബ്യയിലെ ഒരു കൂട്ടം സ്ത്രീകൾ. ജിദ്ദ സിജി വിമൻസ് കളക്റ്റീവ്. പരിസ്ഥിതി സംരക്ഷണം എന്ന കാലിക പ്രാധാന്യമുള്ള വിഷയത്തെ ഊന്നി അവർ നടത്തിയ ത്രിഫ്റ്റി എന്ന ഇവന്റിനെ കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ തായ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രവാസ ജീവിതത്തിലെ അനിവാര്യമായ ഒരു കാഴ്ചയാണ് ഫ്ളാറ്റുകൾ മാറുന്നതും യാത്രകൾക്ക് മുന്നോടിയായി സാധനങ്ങൾ ഒഴിവാക്കുന്നതും. വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ നിമിഷ നേരം കൊണ്ട് പാഴ്വസ്തുക്കളായി മാറും. ഇവ പ്രകൃതിയിലേക്ക് തള്ളുന്നതിന് പകരം അവയിൽ പുനരുപയോഗ സാധ്യതയും വിപണന മൂല്യവും കണ്ടെത്തുകയാണ് ജിദ്ദ സിജി വിമൻ കളക്റ്റീവിന് കീഴിലുള്ള ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ്. Sustainability is the future. Bearing that in mind, New Al Burud International School, in collaboration with the ladies from the Malayalam community, have brought in this sustainable, thrift shop. It has lot of participants and also takers. Let us be a change-making event in Saudi Arabia. ഇത് വില കുറഞ്ഞതിനെ കുറിച്ചല്ല, സുസ്ഥിരമായ ജീവിതത്തെക്കുറിച്ചാണ് എന്ന പ്രമേയത്തിലാണ് ഈ കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത്. വീടുകളിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന വസ്തുക്കൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുക എന്നതിനൊപ്പം തന്നെ മാലിന്യമില്ലാത്ത ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ് കൂടിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. 12ഓളം സ്റ്റാളുകളാണ് ഇവന്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. സസ്റ്റൈനബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഈ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഡെലിവർ ചെയ്യാണ് ഇതുവഴി. അപ്പോൾ ഫസ്റ്റ് ന്യൂ അൽ ബുറൂദ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനും ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റാഫിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ പൊതുവെ എല്ലാവരെയും മലയാളികളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള സ്റ്റോൾസ് കുറച്ച് ബാക്കി വന്നത് മലയാളികൾ അല്ലാത്തവർക്കും കൊടുത്തിട്ടുണ്ട്. കേവലം മുതിർന്നവർക്ക് മാത്രമായിരുന്നില്ല ഈ വേദി. മുതിർന്നവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കുട്ടികളും തങ്ങളുടെ ക്രാഫ്റ്റ് വർക്കുകളും പുനരുപയോഗ സാധനങ്ങളുമായി ത്രിഫ്റ്റ് ഇവന്റിന്റെ ഭാഗമായി. കുട്ടികളിൽ വാണിജ്യ സംസ്കാരവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്താൻ ഈ മേളയ്ക്ക് സാധിച്ചു. ഇത് സിജിയുടെ JCWC എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ആണ്. JCWC നടത്തുന്ന ഇവന്റ് ആണ്. ബിഗ് ആണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പും അതിന്റെ കൂടെ യൂത്ത് വിങ്ങിന്റെ ടീമും കൂടിയും ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. ഇത് ഒരു ടീം വർക്കായി ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഇവന്റ് സക്സസ് ആയെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഫുൾ ടീമിനുള്ളതാണ്. വിപണനത്തിനൊപ്പം തന്നെ ക്രിയാത്മകമായ ഇടപെടലുകളും ഇവന്റിന്റെ ഭാഗമായി നടന്നു. നിത്യോപയോഗ സാധനങ്ങളെ പ്രകൃതിക്കിണങ്ങും വിധം എങ്ങനെ പുനർസൃഷ്ടിക്കാം എന്ന് പരിചയപ്പെടുത്തിയ വർക്ക്ഷോപ്പിന് മാജിദ കുഞ്ഞിയും നബീല അബൂബക്കറും നേതൃത്വം നൽകി. നജ്ന ആസിഫിന്റെ നേതൃത്വത്തിൽ നടന്ന ഫാബ്രിക് പെയിന്റിംഗ് വർക്ക്ഷോപ്പും സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. നമ്മളിപ്പം വിഷൻ 2030 ഭാഗമായിട്ട് നമുക്കറിയാം സസ്റ്റൈനബിലിറ്റിക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ സൗദി ഗവൺമെന്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ത്രിഫ്റ്റ് ഇവന്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള, അതായത് നമ്മളെപ്പോഴും സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് സംസാരിക്കുക, എല്ലാ സാധനങ്ങളും വേസ്റ്റ് ആയിട്ട് അത് ലാൻഡ് ഫില്ലിൽ എത്തിയതിനു ശേഷമാണ്. അപ്പൊ നമ്മൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച അവയർനെസ് എന്താണെന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീട്ടിലുള്ള നമ്മളുടെ ഫാമിലീസിലും നമ്മളുടെ ഇതിനകത്ത് നമ്മളുടെ കുട്ടികളും എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പൊ ആ ഒരു മെസ്സേജ് നമ്മളുടെ സൊസൈറ്റിയിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവന്റ് സംഘടിപ്പിച്ചത്. സൗദി എഴുത്തുകാരി ഡോക്ടർ സമീറ അസീസ്, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഹെഡ് മിസ്റ്റർ സാദിക തരനും വുറൂദ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽമാരായ സുനിൽകുമാർ, ഭുവനേശ്വരി സുബ്രഹ്മണ്യം, എഡ്യൂക്കേഷണൽ കോർഡിനേറ്റർ സ്മിത സുനിൽകുമാർ, ജിദ്ദ സിജി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി തുടങ്ങി സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ഇവന്റിന്റെ ഉദ്ഘാടന മേളയിൽ സംബന്ധിച്ചു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട്, അഫോർഡബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതുവരെയും കാണാത്തൊരു മാതൃകയാണ് സിജി ഇവിടെ അവരുടെ വിമൻസ് വിംഗ് ഇപ്പോഴിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, ആസ്വദിക്കാനുണ്ട്. വെറും 1.5 മാസത്തെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് JCWC ഇത്രയും മനോഹരമായ ഒരു സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഇവന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അവസാനിപ്പിച്ച രീതിയിലാണ്. വിറ്റുപോകാതെ ബാക്കിയായ മുഴുവൻ സാധനങ്ങളും അർഹരായവർക്കായി ചാരിറ്റിക്ക് കൈമാറിക്കൊണ്ട് നന്മയുടെ മറ്റൊരു വലിയ സന്ദേശം കൂടി ഈ സ്ത്രീ കൂട്ടായ്മ ലോകത്തിന് നൽകി. ഏറ്റവും ടാസ്ക് ഉണ്ടായിരുന്നത് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനായിരുന്നു. പിന്നെ പാലറ്റ്സ് എല്ലാം നമ്മളെ വെന്യൂ നോക്കിയാൽ മനസ്സിലാവും. ഒക്കെ മാക്സിമം കോസ്റ്റ് കട്ടിംഗ് ആയിട്ട് നമ്മളെ റീയൂസ് ചെയ്ത് നമ്മളെ ഈ ഒരു തീമിനായിട്ട് 100% നീതി പുലർത്താൻ പറ്റിയെന്നുള്ളതാണ്
സാറ്റിസ്ഫാക്ഷൻ. അത് എന്റെ ഈ ടീമാണ് ഫുൾ ഹെൽപ്പ് ഉണ്ടായിരുന്നത്. ചെയർപേഴ്സൺ റഫ്സീന അഷ്ഫാഖ്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ നികിത മുഹമ്മദ്, ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് ഹെഡ് ഷൈമിൻ നജീബ്, കോർഡിനേറ്റർമാരായ നുഫി ലത്തീഫ്, ബാസിമ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ ത്രിഫ്റ്റ് ഇവന്റ് ജിദ്ദയിലെ പ്രവാസി മലയാളി സമൂഹത്തിന് എന്നും ഓർമ്മിക്കാവുന്ന ഒരു നവ്യ അനുഭവമാണ് സമ്മാനിച്ചത്. മാത്രമല്ല, ഒരു ദിവസത്തെ പരിപാടി കൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഈ ഇടപെടലിലൂടെ ഏകദേശം 2.5 ടൺ കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കാൻ സാധിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. ഇത് ഒരു കാർ ഏകദേശം 5500 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തിന് തുല്യമാണ്. കൂടാതെ പുനരുപയോഗ രീതികളിലൂടെ ഏകദേശം 15 ലക്ഷം ലിറ്റർ വെള്ളം ലാഭിക്കാനും 100 കിലോയോളം തുണിമാലിന്യങ്ങൾ ഭൂമിയിൽ കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാനും സാധിച്ചുവെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. വലിയൊരു സന്ദേശം കൂടി സമൂഹത്തിന് കൈമാറുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഉപയോഗശൂന്യം എന്ന് കരുതുന്നത് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ സമൂഹത്തിന് തന്നെ വീണ്ടും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തിരിച്ച് എത്തുന്ന ഈ ഒരു ചിന്ത വളരെ 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 പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030, സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്നിവയുമായി ചേർന്ന് നിൽക്കുന്ന ഈ സംരംഭം ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എങ്ങനെ മികച്ച സുസ്ഥിര ഫലങ്ങൾ കൈവരിക്കാം എന്നതിന്റെ ഉദാഹരണമായി മാറി. മാലിന്യമുക്തമായ നാളേക്കായി പുനരുപയോഗത്തിന്റെ പുതുവഴികൾ തേടി ഈ കൂട്ടായ്മ യാത്ര തുടരുകയാണ്. ഗൾഫ് പനോരമയുടെ ആശംസകൾ. Celebrating 40 years of trust and legacy, Sona Golden Diamonds, Saudi Arabia, Bahrain, Oman. Hyper Al Wafa Saudi Arabia ഇപ്പോൾ മക്കയിലും.